തമ്പിലിൽ കണ്ട പോലെ ഡുവൽ ത്രോട്ടിൽ വാൾവ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതാണ് ഐറ്റം ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബോസ്ട്രോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ഭാഗങ്ങൾ ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിലായി പറഞ്ഞുതരാം. അതായത് ഈ കാണുന്ന പീസ് നമ്മൾ കസ്റ്റം ചെയ്തെടുത്തിട്ടുള്ള വാൾവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പീസ്. അതായത് ഇതിനകത്താണ് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത്. 2 ത്രോട്ടിൽ, അതുപോലെ ഈ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പൺ ആവാനുള്ള ഒരു ക്ലാമ്പും കാര്യങ്ങളും. ഇതാണ് ഫംഗ്ഷൻ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു സ്പ്രിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഒരു അഡ്ജസ്റ്റൻ ബോൾട്ട്, ഞെട്ട്, പിന്നെ ഈ കാണുന്ന കേബിൾ. ഈ കാണുന്ന കേബിൾ ഇവിടെ ക്ലാമ്പ് വരുന്നുണ്ട്. ഇത് വലിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടോ മുമ്പ് കസ്റ്റം വാൾവ് ഓട്ടോമാറ്റിക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസും കാര്യങ്ങളും കണ്ട എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലാവുന്നതാണ്. അതാണ് ഡീറ്റെയിൽ ആയി പറയാത്തത്. ഇവിടെ ഒരു ത്രെഡ് വരുന്നുണ്ട്, ഒരു ബോൾട്ട്. അതാണ് ഈ ഒരു ഭാഗത്തിനെ ഫിക്സ് ചെയ്ത് നിർത്തുക. അതുപോലെ ഇത് പുള്ളിയുടെ ടൈമിൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും വർക്കിംഗ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ത്രോട്ടിൽ വരുന്നതിൽ ഇതുണ്ടോ, ഒന്ന് ഓണും ഒന്ന് ക്ലോസ്. ഇനിയിപ്പോൾ ഇങ്ങനെ പിടിച്ചാലേ കാണുള്ളൂ. ഇതുണ്ടോ, ഇത് ഓപ്പൺ ആവുന്ന ടൈമിൽ ഇത് ക്ലോസ് ആവും. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആവുന്ന ടൈമിൽ ഇത് ക്ലോസ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ വരുന്നത്. കസ്റ്റം വാൾവ് ഓട്ടോമാറ്റിക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കസ്റ്റം വാൾവ് ഓട്ടോമാറ്റിക്കിൽ ഇതൊരു സ്റ്റോക്കാണ് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇവിടെ ഒരു ത്രോട്ടിൽ കൊടുക്കും. ഈ ത്രോട്ടിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഇതിൽ കൂടി ഔട്ട് പോകും, ഇതിൽ കൂടി ഔട്ട് പോകും. ഇപ്പോൾ ഇതിലുള്ള നമ്മൾ ആ ഒരു പവർ ഇതിലൂടെ കറക്റ്റ് കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞാൽ ഇത് സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആവും. അതാണ് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളും വരുന്നത്. പിന്നെ അതിനെ സംബന്ധിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ ടാങ്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇത് നമുക്ക് സെൻറ്റർ ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഔട്ട് നമുക്ക് അത്യാവശ്യം പൈപ്പ് നീളത്തിൽ കൊടുത്തിട്ട് എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സെൻട്രലായിട്ട് പക്കായി ഫിറ്റ് ചെയ്യുക. ഇത് ഏത് വണ്ടിക്ക് നമുക്ക് സെറ്റാക്കാം. പിന്നെ അധികം സജസ്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ ഭാഗം തന്നെ നമ്മൾ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഈ പുള്ളിയുടെ ഭാഗത്താണ് നമ്മൾ അത്യാവശ്യം ക്ലോസ് ആയിട്ട് നിൽക്കുള്ളൂ. ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കാരണമാണ് ഓപ്പോസിറ്റ് സൈഡ് ക്ലോസ് ആവുന്നത്. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ കേബിളും കാര്യങ്ങളൊക്കെ ആ ഒരു ലോ ബഡ്ജറ്റിൻ്റെ സെയിമാണ് വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കാം. പിന്നെയുള്ളത് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്രത്താണ് പുള്ളി ചെയ്യണത് അതിന് കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു ബോൾട്ട് നമ്മൾ ഞെട്ട് നമ്മൾ ഇവിടെ ടൈറ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കും. അങ്ങനെ ചെയ്യൽ. പിന്നെ ഇവിടെ നമുക്ക് എവിടെയാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂ, അല്ലെങ്കിൽ ബോൾട്ട് ആണെങ്കിൽ ബോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് വേണമെങ്കിൽ അനുസരിച്ച് കൂട്ടാം, വണ്ടിക്ക് അനുസരിച്ച് കൂട്ടി കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കറക്റ്റ് ഫിറ്റാണ്. 800 സെന്ന് അൾട്ടോ ആ ഒരു കാറ്റഗറി വണ്ടികൾക്ക് കറക്റ്റ് ഫിറ്റാണ്. ബാക്കിയുള്ള വണ്ടികൾക്കും ഫിറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടെ പൈപ്പ് വണ്ണത്തിലുള്ള നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ ബെറ്റർ. ഇത് പറഞ്ഞാൽ അതിന് സെറ്റ് ആവുന്ന രീതിയിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും സെന്നിനും അൾട്ടോയ്ക്കും എല്ലാവരും സെൻറ്ററിൽ ഇത്രയും ഭാഗം നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. അതിന് കറക്റ്റായിട്ടും പിന്നെ അടിയിലേക്ക് ഇതിങ്ങനെ ഫിറ്റിംഗ് വരിക. അപ്പോൾ അടിയിലേക്കും സ്പേസ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാകും. മുകളിലും തട്ടാത്ത രീതിയിലാണ് സെറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ്. പിന്നെ വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഒറ്റ കൈ കേട്ടോ, ഇത്ര ക്ലിയർ ആവുന്നില്ല. ഒരു മിനിറ്റ് പിടിച്ചിട്ടില്ല. ഇതുണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതുണ്ടോ, ഇതിനുള്ളിൽ കാണുമ്പോൾ അറിഞ്ഞിട്ട് ഓപ്പണും ക്ലോസും വലിച്ച് നമ്മളെ എന്താ ക്ലോസായി. ഈ സൈഡ് ഓപ്പണായി. ഇനി ഇത് ക്ലോസ് ആവുന്ന ടൈമിൽ വിട്ടില്ലേ, ക്ലോസ് ആവുന്ന ടൈമിൽ ഈ സൈഡ് ഓപ്പണായി. ഇത് ഇവിടുന്ന് കാണുമ്പോൾ ഒരു പിന്നെ റൗണ്ടിൻ്റെ പാതിയുള്ളൊന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതല്ല, ഇതിൻ്റെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടോ, ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ ചെറുതാണല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ ഫുൾ റൗണ്ട് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഇതിൽ കൂടെ നോക്കുമ്പോൾ ഇത്രേ കാണുള്ളൂ. വലിച്ചോ, നമ്മൾ വലിച്ചോ എന്നിട്ടോ ഇങ്ങനെയാണ് ഓപ്പണിങ് വരിക. അപ്പോൾ അങ്ങനെയാണ് 2 സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലെയിമൊക്കെ കൊടുക്കാൻ ബെറ്ററാണ്. കാരണം ഒരു വോയിസ് ഫുള്ള് കിട്ടും ചെയ്യും, ഫ്ലെയിം കിട്ടും ചെയ്യുന്നുണ്ട്. വാൾവ് ഓട്ടോമാറ്റിക് നമ്മൾ ഫ്ലെയിം ചെയ്യുമ്പോൾ അത്യാവശ്യം പവർ കിട്ടില്ല. ഇതിൽ നമുക്ക് ഡുവൽ ത്രോട്ടിൽ നല്ല പവറും കാര്യങ്ങളും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഏതൊക്കെ വിട്ടുപോയിക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാത്തതും താല്പര്യമുള്ളതും അറിയാത്തതായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം ആർക്കെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫണ്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറയും. അതുപോലെ തന്നെ ഇത് കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് തരും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.